ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പൊട്ടിയ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഭാഗം മാത്രമാണ് പോന്നിട്ടുള്ളൂ, മുകൾ വശമോ വേറെ എവിടെയും പൊട്ടിയിട്ടില്ല. ഇനി നമുക്കിതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫെവിക്കോൾ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്തു, ഉൾവശത്ത് ഒരു കാൽ ഭാഗം മാത്രം മതി, ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ നടുക്ക ഫോൾഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ നല്ല ലെങ്ത്തുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാതെ ഇതുപോലെ നേരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരെണ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കവർ ചെയ്യാം. അങ്ങനെ ഇതേ 2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൈമൊന്നും ഫെവിക്കോളോ ടിഷ്യൂ പേപ്പർ ഒട്ടി പിടിക്കുന്നില്ല. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അക്രിലിക് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്തുള്ള കളർ വെച്ചിട്ട് ചെയ്യുക, പക്ഷേ ബ്ലാക്ക് തന്നെ വേണം. വാട്ടർ കളറോ അക്രിലിക് പെയിൻറ്റോ ഏതായാലും യൂസ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കട്ടെ. ഫുള്ളായിട്ട് ബ്ലാക്ക് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ കൈമൊന്നും പെയിൻറ്റ് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാൻ ഞാൻ മെറ്റാലിക് കോപ്പർ കളറാണ് എടുത്തിട്ടുള്ളത്. അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് കളറും കാണും, പിന്നെ കോപ്പർ കളറും കാണും, മിക്സ് ആയിട്ട് കാണും. പക്ഷേ നമ്മൾ ഈ ബ്രഷൊക്കെ വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും ഇത്ര ഒരു ഇത് കിട്ടൂല കേട്ടോ, ഭംഗി കിട്ടൂല. കാരണം ബ്രഷ് യൂസ് ആക്കുമ്പോൾ ഫുള്ളായിട്ട് കോപ്പർ കളർ വരുമോ എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കൈ വെച്ചാവുമ്പോൾ നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ചും കുറേശ്ശെ അങ്ങനെയൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടെടുക്കുക. എല്ലാ ഭാഗത്തും ചെറിയ രീതിയിൽ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്തും കുറച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് സംഭവം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ആൻറ്റിക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു മരത്തിൻ്റെ ഒക്കെ ഫീല് വരുന്നുണ്ട്, ഒരു സംശയം. കാരണം ആ കപ്പ് പറിഞ്ഞു പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ മരത്തിൻ്റെ ഒരു എഫക്റ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്കിതിവിടെ ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ആക്കാം, പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐഡിയ കേട്ടോ. നമുക്ക് ഈ ഒരു കപ്പ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഐഡിയ ഇതാണ്. ഫ്ലവർ വൈസ് ആയിട്ടോ പെൻ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ആക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗം ഇതിങ്ങനെ കമിഴ്ത്തിയിട്ടാണ് വെക്കുന്നത് ഗ്ലാസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗിഫ്റ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്ന് രാവിലെ എനിക്ക് ടുട്ടൂസിൻ്റെ ടോയ്സൊക്കെ അടുക്കി പൊറുക്കി വെക്കുന്ന സമയത്ത് എനിക്ക് അവളുടെ ആ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആകെ പൊടിയും ചളിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ്സായി കൊടുക്കുക, അപ്പോഴേ ഒട്ടിക്കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ലോ ഷേപ്പ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കുക. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പെൻ ഹോൾഡറോ ഫ്ലവർ വൈസൊക്കെ ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ പിടിക്കുന്ന ആ ഒരു ഭാഗമാണല്ലോ പോന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, പ്ലാന്റ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ആൻറ്റിക് ലുക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ടുള്ള പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലും താഴെയായിട്ട് പ്ലാന്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതേ പ്ലാന്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒട്ടിച്ചു കൊടുത്ത ഒരു ഭാഗം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ഞാനിവിടെ ബ്ലാക്ക് ആദ്യം പെയിൻറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ബ്ലാക്ക് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കോപ്പർ കളർ എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് കിട്ടും. കാരണം അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ഭാഗം അവിടെ കാണാൻ പറ്റില്ല. നമ്മൾ ശരിക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഒരു പൊട്ടിയ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ പ്ലാന്റ് ഗിഫ്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്ലവർ വൈസ് ആയിട്ടോ പെൻ ഹോൾഡർ ആയിട്ടോ ഒക്കെ ഇതുപോലെ ഈ ഒരു തീമിൽ തന്നെ ആൻറ്റിക് ലുക്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്.